ഉടനെ നിങ്ങളൊരു എഫ്സെഡ് നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു പുതിയ മോഡൽ കൂടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അല്ലാണ്ട് ഒരുപാട് പഴകിയ എഫ്സെഡ് അല്ല, അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. 2023 മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു വണ്ടി. കിലോമീറ്റർ ആയിട്ട് 19,700 ചില കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തത് ഇത്ര പെട്ടെന്ന് കൊടുക്കണേ, കാര്യങ്ങളൊക്കെ പണി കിട്ടിയിട്ട് കൊടുക്കുന്നതാണോ എന്നൊരു സംഭവം ഉണ്ടാവും. ഞാൻ പറയാം, ഇത് നിലവിൽ ഇതിൻ്റെ ഓണർ പുറത്തേക്ക് പോയി. ഇപ്പോൾ ആളുടെ ചേട്ടനാണ് വീട്ടിലുള്ളത്. ഈ വെക്കൻ്റെ നമ്പറും ആളുടെ ചേട്ടൻ്റെ നമ്പറാണ്. എന്താ സംഭവം വെച്ചാൽ പെട്ടെന്നായി തന്നെ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കിലോമീറ്റർ ആയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. പക്ഷേ ആൾക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനുള്ള സെറ്റപ്പൊക്കെ ശരിയായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പോയി. അപ്പോൾ അതുകൊണ്ട് മാത്രം നിലവിൽ ഇരിക്കുന്ന വണ്ടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. വിലയുടെ കാര്യം ആദ്യമേ തന്നെ പറയാം, 92,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അവർ അതിനും എത്രയോ എമൗണ്ടിനെ കൊടുത്തിട്ടാണെന്നറിയാം വണ്ടി എടുത്തത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ബാക്ക് ടയർ പുത്തൻ ടയർ, MRFൻ്റെ പുത്തൻ ടയർ, അതായത് ഇപ്പോൾ ഒരു 3 ആഴ്ച ആയിട്ടുണ്ടാവും മാറ്റിയിട്ടിട്ട്. ബാക്ക് ടയർ പറയുകയാണെങ്കിൽ 50% അടുത്ത് ഇനിയും നിലവിൽ ഓടാനായിട്ട് ഉണ്ട്. നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഓടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഇതേ ഓടിക്കാനായിട്ട് ഇപ്പോൾ മറ്റേ ചേട്ടനായാലും ജോലിയുണ്ട്, അവർക്ക് സ്കൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അനങ്ങാണ്ട് ഇരുന്നൊരു കാര്യമില്ല വിചാരിച്ചിട്ടൊന്ന് ഇടയ്ക്ക് എടുക്കും. പിന്നെ അവർക്കും ഇത് ഓടിക്കാനായിട്ട് അത്ര വലിയ താല്പര്യമില്ല. സ്കൂട്ടറാണ് കൂടുതലും ഓടിക്കാൻ ആൾക്ക് താല്പര്യം, ആളുടേതായ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതായത് ഓണറെ തന്നെ വിളിച്ച് നോക്കാം, കാര്യങ്ങളൊക്കെ നോക്കാം. യമഹയുടെ അത്യാവശ്യം മൈലേജുള്ള ഈ എഫ്സെഡിന് ഓൾറെഡി ധാരാളം ആളുകൾ പ്രിയപ്പെട്ടവരായിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാൽ എഫ്സെഡിൻ്റെ കുറച്ചുകൂടി മൈലേജുള്ള ഒരു മോഡൽ എന്ന നിലയ്ക്ക് ഇതൊന്ന് മാറ്റി വന്നപ്പോൾ ഈ താക്കോലൊക്കെ വേണ്ട, ഇവിടെ ടാങ്കുമ്പോൾ താക്കോലിരിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് വരിക. ചെറിയ സ്ക്രീനൊക്കെ പോലത്തെ ഇവിടെയാണ് വരുന്നത്. വേണ്ട അത്യാവശ്യം MTയുടെ പോലെയൊക്കെ ലുക്ക് ഉണ്ട് അല്ലേ. 19,739 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്ററാണ്. ഇനി കിലോമീറ്റർ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്ററൊക്കെ നന്നാക്കണം ചേട്ടൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, നിങ്ങൾ ഡിജിറ്റൽ മീറ്റർ ആയാലും മാനുവലായാലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംശയങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകളുടെ സേവനം. അവർ ഞാൻ പൈസ എത്ര വരും ചോദിച്ചപ്പോൾ അത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല, നിസ്സാര പൈസ 100-150 രൂപ മേടിക്കുള്ളതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ള. കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരുവിധം ഈ ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടകര ഈ പ്രദേശങ്ങളിൽ പെട്ട വണ്ടികളുടെ മീറ്റർ നന്നാക്കുന്ന ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ അവിടുത്തെ ഏരിയ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇനി ടാങ്കിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഈ വണ്ടിയിൽ ഏറ്റവും അഴകും നമ്മൾ പ്രധാനമായിട്ട് നോക്കാറുള്ളത് ടാങ്കാണ്. ഇതൊക്കെ നോക്കിയാൽ മറ്റേ എണ്ണക്കറുപ്പിന് ഏഴഴക് എന്നൊക്കെ പറഞ്ഞ പോലെ സാധനമാണ് കിടക്കണം കേട്ടോ. മറ്റേ നല്ല മസിൽ കുട്ടപ്പം കിടക്കുകയാണ് സെറ്റായിട്ട്. വേറെ ഇവിടെ ഒന്നും യാതൊരു സ്ക്രാച്ചോ വേറെ ഒരു സംഗതിയും ഇല്ല. അല്ലെങ്കിൽ ഇവിടെ ലോഡ് കൊണ്ടതിൻ്റെയോ ഒന്നും അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംഭവം. ഇത് വെറുതെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചേക്കുന്ന ഒരു വണ്ടി ആയിട്ട് പോലും ഇത്രയ്ക്ക് ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചെറിയ രീതിയിലൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം കോട്ടിങ്ങിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം ഇതിന് പക്കയായിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന വണ്ടി. ഡിസ്ക് ബ്രേക്കാണ്, സെക്കൻഡ് ഓണർ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. എഫ്സെഡിൻ്റെ കാര്യം ഞാൻ വളച്ചൊടിച്ച് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല എയിമായിട്ട് ഇരിക്കുന്നു. വേറെ മിറർ കാര്യങ്ങളൊക്കെ കമ്പനി മിറർ വേറെ ഒരു സംഗതിയും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയോ. തൊടുമ്പോൾ തന്നെ അത് സ്റ്റാർട്ടാണ്. സൗണ്ട് നോക്കി, ഈ എഫ്സെഡിൻ്റെ രസകരമായിട്ടുള്ള സൗണ്ട് ഇടാം. പിന്നെ എൻജിൻ്റെ അവിടെ സൗണ്ട് നോക്കിയോ. എന്തെങ്കിലും തരത്തിലുള്ള വല്ല കിടികിടി അടിയാവോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഒരു സംഗതി കാണാൻ പറ്റില്ല. സൈലൻസറിൻ്റെ കണ്ട നല്ല എക്സോസ്റ്റാണ്, നല്ല സൗണ്ട്. എക്സോസ്റ്റിൻ്റെ സൗണ്ട് തന്നെ വളരെ രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഞാനത് സ്റ്റാർട്ടാക്കി വെച്ചെന്നുള്ളൂ. ഓടിക്കാൻ നല്ല എയിമാണ്. അത് എഫ്സെഡ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. മുന്നത്തെ എഫ്സെഡിൻ്റെ ഏകദേശം മൈലേജിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ അനിയനും ഈ എഫ്സെഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൈലേജിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തന്നെ. പക്ഷേ ഓടിക്കാൻ നല്ല രസമാണ്. എന്നാൽ പുതിയ എഫ്സെഡിലാകട്ടെ മൈലേജിൻ്റെ പ്രോബ്ലമൊക്കെ പരിഹരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പഴയ മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും അത്യാവശ്യം ഒരു കുഞ്ഞാനക്കുട്ടി മറ്റേ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടീനെ കുറിച്ച് പറയാം. എവിടെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. കാരണം വണ്ടി അവൻ പോയപ്പോൾ കഴുകിയെടുത്ത് വെച്ച് ഇവർ ചെറിയ സ്റ്റാർട്ട് ചെയ്ത്
ഇടയ്ക്കൊന്ന് ഓടിച്ച് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കും. ഇതാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ചെത്ത് ടയർ കാര്യങ്ങളൊന്നുമല്ല, MRFൻ്റെ പുതിയ ടയറാണ് നിലവിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വണ്ടി നോക്കാനുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈ സംഗതി വേണ്ട, ഗ്രാബ് റെയിലിൻ്റെ ഇവിടെ ഇപ്പിടുത്തം ഇത് മാത്രമാണ് എന്തെങ്കിലും പെയിൻറ്റ് പോയിട്ടുണ്ട് എന്ന് പറയാനായിട്ടുള്ളത്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ കിടക്കണം, യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്. ഇനി നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടോ? ലോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ഓണർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ അത് ലോണാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്, അപ്പോൾ ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബാങ്കിൻ്റെ ആളുകളെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഈ ലോൺ കിട്ടുക, എത്ര എമൗണ്ട് കിട്ടും, എത്ര അടവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരിക്കലും വണ്ടി വിൽക്കണ ആളുടെ സംഭവമല്ല, വാങ്ങുന്ന ആളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാനുള്ള സംഭവം ഉണ്ടാക്കി തരാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഡീലാക്കി എത്ര രൂപയാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുക. 92 രൂപയാണ് സെല്ലർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ നെഗോഷ്യബിളൊക്കെ സാധ്യമാണല്ലോ. അപ്പോൾ നിങ്ങളൊരു പ്രൈസിലെത്തും. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് പൈസ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. ആ എമൗണ്ട് അടച്ചതിന് ശേഷം ബാക്കിയുള്ള ലോൺ എത്രയാണ് ഇടാൻ പറ്റുക, ലോൺ അടയ്ക്കാനായിട്ട് മാസം എത്ര വരും, 2 വർഷമാണോ അല്ലെങ്കിൽ 3 വർഷമാണോ ലോൺ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ആളുകളുമായിട്ടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്കത് ഒരുക്കി തരാം. ഒരിക്കലും നമ്മുടെ കയ്യിൽ അതിനുള്ള ആളില്ല, ഒരുപാട് പേര് ലോൺ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ടും എമൗണ്ടും ഉള്ളത് കൊണ്ടാണ് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല റെഡി ക്യാഷ് ആണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ വരിക സംസാരിക്കുക. അപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളിത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആർക്കെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ യാത്രാദൂരത്തെ പറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം നമ്മൾ പറയുന്ന വിലയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മൈലേജിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തന്നെയായാലും പറഞ്ഞോളൂടാ. പിന്നെ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ഈ വലിച്ച് നീട്ടി 8 മിനിറ്റ് 10 മിനിറ്റുള്ള വീഡിയോ ആക്കുന്നത് എന്തിനാണെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വരുമാനം കിട്ടണമെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റെങ്കിലുള്ള ഒരു വീഡിയോ വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സിൽ കൂടുതൽ ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷോർട്സ് ഇതാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് പലരും വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് വണ്ടീനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഷോർട്സിൽ വളരെ ചെറിയ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫുൾ ലെങ്ത്ത് വീഡിയോ. ഇവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്, എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ, അത്യാവശ്യം എനിക്കറിയാവുന്ന കാര്യങ്ങൾ. എനിക്ക് ഈ വണ്ടിയുടെ മെക്കാനിക്കിനെ പറ്റി യാതൊരു കഥയും അറിയില്ല. പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി പറഞ്ഞു തരിക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര അകലേന്നൊക്കെ വരുന്നവരുണ്ട്. കാരണം മിക്ക ആളുകൾ വളരെ അകലേന്ന ആളുകളാണ്, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ. ഇപ്പോൾ നമ്മളൊരു പാഷൻ പോയത് തിരുവനന്തപുരത്തേക്കാണ്, ഇതിന് മുന്നുള്ള ആക്റ്റീവ് പോയതൊക്കെ മറ്റേ മലപ്പുറം ഭാഗത്തേക്കാണ്. അപ്പോൾ ഇത്ര അകലേന്നാണ് ആളുകൾ വന്ന് വണ്ടി മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ വരുമ്പോൾ നിങ്ങളുടെ ദിവസം പോകാതിരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ജെനുവിനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഞാനൊരു എഫർട്ട് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകരിക്കും. വേറെ സ്റ്റെമ്പിൻ്റെ അവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോൺ വേണമെങ്കിൽ അങ്ങനെ, അല്ല റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തിക്കുക. വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ തമ്പനയിലിൻ്റെ അവിടെ മാറ്റാറുണ്ട്, ക്യാപ്ഷൻ്റെ അവിടെ വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് മാറ്റാറുണ്ട്. പിന്നെ ഈ കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഞാൻ നോക്കിയിട്ട് കുറ്റം പറയാനൊരു സാധനം പറയുകയാണെങ്കിൽ LED ലൈറ്റുകൾ കണ്ട, LED ലൈറ്റിൽ ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ, അതായത് ഒരു മങ്ങിച്ച, എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞപ്പ് കയറിയിട്ടുണ്ട് കണ്ട. ഇതിൻ്റെ കവർ മാറുകയാണെങ്കിൽ കുറച്ച് പുത്തം പോലെ ഇരിക്കും. ഇത് മാത്രമാണ്, അതായത് ഈ 4 LEDയുടെ കവറ് മാത്രം ഒരു മഞ്ഞപ്പ് കയറിയിട്ടുള്ള പോലത്തെ സംഭവമുണ്ട്. അത് മാത്രമാണ് എന്തെങ്കിലും ഒരു കുറ്റം കുറവ് പറയാനായിട്ട് ഉള്ളത്. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. ഇൻഷുറൻസ് നിങ്ങൾക്കറിയാം 28 വരെ ഇൻഷുറൻസ് ഉണ്ടാവും. പൊല്യൂഷൻ പുതിയതെന്ന് പറയാനായിട്ട് 3 മാസം കണ്ടായി അദ്ദേഹം എടുത്തിട്ട്. അപ്പോൾ ബാക്കി എന്തായാലും ഇതൊക്കെ ഒരു കൊല്ലത്തെ പൊല്യൂഷനുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ ഇനിയും 9 മാസത്തോളം പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വിളിച്ചോണം.